wave equation of electron in a periodic potential. ഒരു പീരിയോഡിക് പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോണിൻ്റെ വേവ് ഇക്വേഷനാണ് നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത്. ജനറൽ വേവ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യു ഓഫ് എക്സ് എന്നുള്ളത് നമ്മളൊരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഫോർ ഇലക്ട്രോൺ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ or potential energy of electron in a linear lattice with the lattice constant A. Lattice constant A, അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ ലീനിയർ ലാറ്റിസ് വിത്ത് ലാറ്റിസ് കോൺസ്റ്റന്റ് എ എന്നുള്ളത് നമ്മൾ യു ഓഫ് എക്സ് ആക്കി എടുക്കുന്നു. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പീരിയോഡിക്. സോ യു ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? യു ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ പീരിയോഡിക് പൊട്ടൻഷ്യൽ വിത്ത് ലാറ്റിസ് കോൺസ്റ്റന്റ് എ. സോ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫ്യൂരിയർ ഫംഗ്ഷൻ or Fourier expansion can be written as u of x is equal to sigma g u g exponential of I g x if g is the reciprocal lattice vector. If g increases, ug will decreases. There is oppositely reaction. ജിയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് യു ജി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ഫ്യൂറിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഡിക്രീസ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് നേച്ചറാണെന്ന് കൺസ്യൂം ചെയ്യുക. ഒരു സിമെട്രിക് നേച്ചർ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് അറ്റ് എക്സ് is equal to 0, യു ഓഫ് 0 is equal to 0 എന്ന് നമുക്ക് എഴുതാം ഫോർ എ സിമെട്രിക് എക്സ്പാൻഷൻ. ഇനി നമ്മൾ എഴുതുന്ന സ്കോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ എഴുതാണ്. സ്കോഡിഞ്ചർ ഇക്വേഷൻ is equal to h psi is equal to e psi if h is equal to Hamiltonian, that is equal to p square divided by 2m plus u of x potential energy. So അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p square divided by 2m plus u of x into psi, it can be written as x is equal to p square divided by 2m psi of x plus u of x psi of x is equal to e psi, that is equal to p square divided by 2m psi of x plus u of x, what is this one, sigma g ug e raised to I g x psi of x is equal to e psi. ഓക്കെ, ഇനി വേവ് ഫംഗ്ഷൻ നമ്മൾ ഒരു ഫ്യൂറിയർ എക്സ്പാൻഷൻ വെച്ചിട്ട് ഒരു സീരീസ് ഓഫ് സമ്മേഷൻ വെച്ച് നമ്മൾ എന്താ പറയുക റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, എക്സ്പ്രസ് ചെയ്യുകയാണ്. ക്യാൻ ബി റിട്ടൺ ആസ് psi of x is equal to sigma k, where k is the wave vector, c of k, that is a constant, exponential of I k x. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷനെയും ഒരു സീരീസ് ഓഫ് എക്സ്പാൻഷൻ, ഒരു ഫ്യൂരിയർ സീരീസ് ഓഫ് എക്സ്പാൻഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് p is equal to എന്തായിരുന്നു, I h cross d by dx ആണ് ഓപ്പറേറ്റർ, പിയുടെ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുകയാണ്. ഓപ്പറേറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 എന്ത് കിട്ടും? മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m sigma k
സി ഓഫ് കെ എക്സ്പൊണൻഷ്യൽ ഓഫ് ഐ കെ എക്സ് പ്ലസ് ആദ്യത്തെ ടേമായി. ഇനി രണ്ടാമത്തെ ടേം എങ്ങനെ എഴുതാം? സിഗ്മ ജി സിഗ്മ കെ യു ജി ഇ റേസ് ടു ഐ ജി എസ് സി ഓഫ് കെ ഇ റേസ് ടു ഐ കെ എക്സ് ഇസ് ഈക്വൽ ടു ഈ സൈക്ക് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടും പിന്നെ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. മൈനസ് ഐ എച്ച് ക്രോസ് ദിസ് വൺ എന്തുവരും? മൈനസും മൈനസും സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും. പക്ഷെ ഐ വരുന്നുണ്ട്, അപ്പോൾ വീണ്ടും ഒരു മൈനസ്. എച്ച് കട്ട് സ്ക്വയർ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എ സ്ക്വയർ ഡിവൈഡ് ബൈ 2m സിഗ്മ കെ സി ഓഫ് കെ എക്സ്പൊണൻഷ്യൽ ഓഫ് ഐ കെ എക്സ് പ്ലസ് സിഗ്മ ജി സിഗ്മ കെ സി ഓഫ് കെ യു ജി ഇ റേസ് ടു ഐ ജി എക്സ് ഇ റേസ് ടു ഐ കെ എക്സ് സീക്വൽ ടു ഇ ഇൻറ്റു സിഗ്മ കെ സി ഓഫ് കെ ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 2m. ഇവിടെ സിഗ്മ കെ സി ഓഫ് കെ നമ്മൾ പുറത്തേക്ക് എടുത്തു, കാരണം ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ഇവിടെ എക്സ്പൊണൻഷ്യൽ ഓഫ് ഐ കെ എക്സ് ഉണ്ട്, അതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ മൈനസ് കെ ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് വരും. മൈനസ് കെ സ്ക്വയർ, ഓക്കെ, മൈനസ് കെ സ്ക്വയർ ഇ റേസ് ടു ഐ കെ എക്സ് പ്ലസ് സിഗ്മ ജി സിഗ്മ കെ സി ഓഫ് കെ യു ജി ഇ റേസ് ടു ഐ ജി എസ് ഇ റേസ് ടു ഐ കെ എസ് സീക്വൽ ടു ഇ സിഗ്മ കെ സി ഓഫ് കെ ഇ റേസ് ടു ഐ കെ എക്സ്. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ ഒരു കോയിഫിഷ്യൻ്റ്, ഇവിടെ എല്ലാം ഇ റേസ് ടു ഐ കെ എക്സ് ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസ് മൈനസും ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാത്തിലും ഇ റേസ് ടു ഐ കെ എക്സ് ഉണ്ട്. ഇവിടെ ഞാൻ പവർ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ കെ എക്സ് ആക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു പർട്ടിക്കുലർ ടേമിൽ മാത്രം കെനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ് കെ മൈനസ് ജി ആയിട്ട്, ഈ ഒരു പർട്ടിക്കുലർ ടേംസിന് മാത്രം. അപ്പം എന്തുവരും? ഇവിടെ ഇ റേസ് ടു ഐ ജി എസ് ഇ റേസ് ടു ഐ കെ മൈനസ് ജി എക്സ്. അപ്പോൾ ജി ഇവിടെ ഒരു മൈനസ് ജി വരുന്നുണ്ട്, ഇവിടെ ജി ആണ്ട് ക്യാൻസൽ ചെയ്ത് പോയി ഇ റേസ് ടു ഐ കെ എസ് എന്നുള്ള ടേംസിലേക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യും? ചുരുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടേമിനെ മാത്രം റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ കെൻ്റെ വരുന്ന എല്ലാ ടേംസിനെയും നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2m സിഗ്മ കെ സി ഓഫ് കെ കെ സ്ക്വയർ ഇ റേസ് ടു ഐ കെ എക്സ് പ്ലസ് സിഗ്മ കെ ജിയുടെ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. സി ഓഫ് കെ മൈനസ് ജി യു ജി ഇ റേസ് ടു ഐ കെ മൈനസ് ജിയും ഈ ജിയും ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്കിവിടെ കെ മാത്രമായിട്ട് വരും. ഇ റേസ് ടു ഐ കെ എക്സ് സീക്വൽ ടു ഈ സിഗ്മ കെ സി ഓഫ് കെ ഇ റേസ് ടു ഐ കെ എക്സ് എന്നുള്ള ടേംസ് ആയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ഇതിലെല്ലാം കോമൺ ആയിട്ട് ഇ റേസ് ടു ഐ കെ എക്സ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ സി ഓഫ് കെ വരുന്നില്ല, കാരണം ഇവിടെ സി ഓഫ് കെ മൈനസ് ജി ആണ്. അപ്പോൾ ഇ റേസ് ടു ഐ കെ എസ് കോമൺ ആണ്, അത് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഓക്കെ, ഇവിടെ സിഗ്മ ജി കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ സിഗ്മ കെ വരുന്നുണ്ട്, ഇവിടെയും സിഗ്മ കെ വരുന്നുണ്ട്, ഇവിടെയും സിഗ്മ കെ വരുന്നുണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ റിലേഷൻ എന്നുള്ളത് ഈ രീതിയിലേക്ക് നമുക്ക് ഇവിടെ മാറി. എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 2m സി ഓഫ് കെ സ്ക്വയർ ഈ ടേമിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ സി ഓഫ് കെ പ്ലസ് സിഗ്മ ജി സി ഓഫ് കെ മൈനസ് ജി യു ജി സീക്വൽ ടു 0. ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാണ്. എച്ച് കട്ട് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ 2m മൈനസ് ഇ ഇൻറ്റു സി ഓഫ് കെ. എന്താണ്? അതെല്ലാം കോമൺ ആണ്. പ്ലസ് സിഗ്മ ജി
UG C into K minus G is equal to 0 എന്നെഴുതി. ഇനി ഞാൻ ഈ ഒരു ടേമിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് ലാംഡ കെ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കൊടുക്കുകയാണ്. വേർ ലാംഡ കെ is equal to h cut square k square divided by 2m. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് ഒരു പർട്ടിക്കുലർ കേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആയതുകൊണ്ട് കെ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇ ഇൻറ്റു സി ഓഫ് കെ പ്ലസ് സിഗ്മ ജി യു ജി സി ഓഫ് കെ മൈനസ് ജി ഈക്വൽ ടു 0. ദിസ് ഈസ് ദ wave equation for the electron in a periodic potential. Of an electron in a periodic potential. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പീരിയോഡിക് പൊട്ടൻഷ്യലിലുള്ള വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ 2-3 കാര്യങ്ങളോട് നമുക്ക് ഇതിൽ കണ്ടെത്താനുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ബാൻഡ്സ്. ഒരു ബാൻഡിൽ എത്ര ഓർബിറ്റൽ വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിനി എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ബാൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണെങ്കിൽ അതിൽ ധാരാളം ബാൻഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രോണിങ് പെന്നി മോഡലിൻ്റെ പ്രകാരം ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് തന്നെ ഇത് മോർ നമ്പേഴ്സ് ബാൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലൊരു അസംഷൻ കൊണ്ടുവരാണ്. സപ്പോസ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ക്യാപിറ്റൽ എൽ ലെങ്ത് ഉള്ള ഒരു ഫൈനൈറ്റ് ക്രിസ്റ്റലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ എത്രത്തോളം ബാൻഡ്സ് ആണ് ഫോം ചെയ്യുന്നത് എന്നാണ് നമുക്കിനി കണ്ടെത്താനുള്ളത്. ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ചെയ്യുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ നമ്പർ ഓഫ് ബാൻഡ്സ് എത്രത്തോളം ഉണ്ട്, അതിൽ എത്രത്തോളം ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത് എല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബ്ലോച്ച് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് പ്ലസ് എൽ ഈക്വൽ ടു സൈ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സൈ ഓഫ് എക്സ് പ്ലസ് എൽ ഈക്വൽ ടു സൈ ഓഫ് എക്സ് എന്ന രീതിയിൽ നമുക്ക് ബ്ലോച്ച് ഫംഗ്ഷൻ നമുക്ക് മാറ്റി എഴുതാം. ദാറ്റ് വിൽ ബി എ പീരിയോഡിക് വേവ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് വിൽ ബി എ പീരിയോഡിക്. അങ്ങനെയാണെങ്കിൽ ദിസ് ഫംഗ്ഷൻ യൂസിങ് ബ്ലോച്ച് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ കെ എക്സ് പ്ലസ് എൽ യു കെ എക്സ് പ്ലസ് എൽ ഈക്വൽ ടു ഇ റേസ് ടു ഐ കെ എക്സ് യു കെ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും ബ്ലോച്ച് ഫംഗ്ഷൻ വെച്ചിട്ട്. യു കെ എക്സും യു കെ എക്സ് പ്ലസ് എല്ലും എന്താണ്, ഈക്വൽ ആണ് പീരിയോഡിക് ബൗണ്ടറി കണ്ടീഷനിൽ. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ഐ കെ എക്സ് പ്ലസ് എൽ സീക്വൽ ടു ഇ റേസ് ടു ഐ കെ എക്സ് എന്ന് എഴുതാം. സോ ഇ റേസ് ടു ഐ കെ എൽ സീക്വൽ ടു 1, ദെൻ കെ സീക്വൽ ടു 2 പൈ എൻ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാൻ പറ്റും. 2 പൈ എൻ ഡിവൈഡ് ബൈ എൽ, വേർ എൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. അപ്പോൾ കെയുടെ സീരീസ് വാല്യൂ എന്ന് പറഞ്ഞത് ഏതൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ വരും? ഫസ്റ്റ് നമ്മൾ കെയുടെ സീരീസ് വാല്യൂ എന്ന് പറഞ്ഞത് പ്ലസ് ഓർ മൈനസ് 2 പൈ ഡിവൈഡ് ബൈ എൽ. എൻ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എൻ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 4 പൈ ഡിവൈഡ് ബൈ എൽ എക്സെട്ര. മോർ ദാൻ നമ്പേഴ്സ് ഓഫ് കെ വാല്യൂസ്. ഓക്കെ, ഇനി വി ഹാവ് കെ ഈക്വൽ ടു 2 പൈ എൻ ഡിവൈഡ് ബൈ എൽ. അതിനാണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു കെ എൽ ഡിവൈഡ് ബൈ 2 പൈ എന്ന് എഴുതാം.
അങ്ങനെയാണെങ്കിൽ dn is equal to L divided by 2 pi into dk. അതായത് the number of possible state in a range dk. Number of possible wave function in the range dk. ഒരു dk എന്ന് പറയുന്ന റേഞ്ചിലുള്ള നമ്പർ ഓഫ് പോസിബിൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് dn is equal to L divided by 2 pi into dk എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ബ്രില്യൻറ്റ് സോൺ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ബ്രില്യൻറ്റ് സോൺ എന്ന് പറയുന്നത് കേസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ എ എന്ന് പറയുന്ന കേസിലാണ്. പ്ലസ് ഓർ മൈനസ് പൈ ബൈ എ. ഇതിൽ എ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സെല്ലിൻ്റെ ലെങ്ത് ആണ്. എന്ത് പ്രിമിറ്റീവ് സെല്ലിൻ്റെ ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രിസ്റ്റലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L, അതിലുള്ള നമ്പർ ഓഫ് പോസിബിൾ പ്രിമിറ്റീവ് സെല്ല് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ L ഡിവൈഡ് ബൈ N എന്ന് പറയുന്നത് എന്താണ്? A ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ L എന്ന് പറയുന്ന ലെങ്ത്തുള്ള ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതായത് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, അതിൽ എത്ര പ്രിമിറ്റീവ് സെല്ലുണ്ട്? N. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L. ഇത് 1 2 3 4 5 6. N എന്ന് പറയുന്നത് ക്യാപിറ്റൽ 6. അങ്ങനെയാണെങ്കിൽ സപ്പോൾ L എന്ന് പറഞ്ഞാൽ നമ്മളൊരു 12 ആക്കി നമ്മൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലെ പ്രിമിറ്റീവ് സെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ഡിവൈഡ് ബൈ 6, അതായത് L ഡിവൈഡ് ബൈ N 2 ആയിരിക്കും. കാരണം ഇവിടെ 2 4 6 8 10 12. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? കെ സീക്വൽ ടു പ്ലസ് ഓർ മൈനസ് നമ്മൾ ഒഴിവാക്കുകയാണ് പൈ ഡിവൈഡ് ബൈ എ. എക്ക് പകരം എന്ത് ചെയ്താം? L ഡിവൈഡ് ബൈ N, അതായത് N പൈ ഡിവൈഡഡ് ബൈ L എന്ന് എഴുതാം. അപ്പോൾ മാക്സിമം വാല്യൂ ഫസ്റ്റ് ബ്രില്യൻറ്റ് സോണാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ കെയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് N പൈ ഡിവൈഡ് ബൈ L. മാക്സിമം വാല്യൂ ഓഫ് N is equal to N പൈ ഡിവൈഡ് ബൈ L. അപ്പോൾ നമ്മളിവിടെ കെയുടെ സീരീസ് നമ്മൾ കുറച്ച് കണ്ടിരുന്നു. ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ സീരീസ് ഏത് വരെ പോകും? ഒരു ഫസ്റ്റ് ബ്രില്യൻറ്റ് സോണിൽ N പൈ ഡിവൈഡ് ബൈ L വരെ പോകും. ഇതൊരു സീരീസ് ഓഫ് എക്സ്പാൻഷനാണ്. ഇതിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് ബ്രില്യൻറ്റ് സോണിൻ്റെ കണ്ടീഷൻ മാത്രം. ഫസ്റ്റ് ബ്രില്യൻറ്റ് സോണിൽ ഉൾക്കൊള്ളാവുന്ന കെയുടെ വാല്യൂ അത് മാക്സിമം N പൈ ഡിവൈഡ് ബൈ L ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏത് വരെ പോകാം? പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഫസ്റ്റ് ബ്രില്യൻറ്റ് സോണിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെ? ആ സീരീസ് എങ്ങനെയായിരിക്കും? പ്ലസ് ഓർ മൈനസ് 2 പൈ ഡിവൈഡ് ബൈ L, പ്ലസ് ഓർ മൈനസ് 4 പൈ ഡിവൈഡ് ബൈ L, എക്സെട്ര പ്ലസ് ഓർ മൈനസ് N പൈ ഡിവൈഡ് ബൈ L എന്നുള്ള കേസിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? കിട്ടാം. മാക്സിമം ആ സീരീസ് കട്ട് ചെയ്യുന്നത് ഈ വാല്യൂലായിരിക്കും. ഓക്കെ, അപ്പോൾ കെ സീക്വൽ ടു പ്ലസ് ഓർ മൈനസ് N പൈ ഡിവൈഡ് ബൈ L എന്ന് കിട്ടി. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? മാക്സിമം വാല്യൂസ് ഓഫ് പോസിബിൾ സ്റ്റേറ്റ് ഇൻ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? N എന്നതായിരിക്കും. ഇവിടെ നോക്കാം, ഫസ്റ്റ് ബ്രില്യൻറ്റ് സോണിൻ്റെ ഇത് എന്ന് പറയുന്നത് N പൈ ഡിവൈഡ് ബൈ L വരെ പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അലോഡ് കെ വാല്യൂസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് അലോഡ് വാല്യൂസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? N ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് അലോഡ് ബാൻഡ്സ് അലോഡ് കെ വാല്യൂസ് ഇൻ ഫസ്റ്റ് ബ്രില്യൻറ്റ് സോൺ ഈസ് N. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ് ഇൻ എനർജി ബാൻഡ് എന്ന് പറഞ്ഞത് എത്രത്തോളം കെ വാല്യൂ ഉണ്ട്? N. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ ബാൻഡ് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? പോസിബിൾ ബാൻഡ്സ് ഇൻ എനി എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? N ആയിരിക്കും. അപ്പോൾ ഒരു ബാൻഡിലുള്ള നമ്പർ ഓഫ് പോസിബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ N എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ക്യാപിറ്റൽ N, അതായത് എത്ര കെ വാല്യൂസ് ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ടായിരിക്കും ബാൻഡ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. ഓരോ ബാൻഡിലുള്ള എനർജി ലെവൽ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. പോസിബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ് ഫോം ചെയ്യുക.
അപ്പോൾ പോസിബിൾ ബാൻഡ്സ് എന്നല്ല, പോസിബിൾ എനർജി സ്റ്റേറ്റ് ഇൻ എ ബാൻഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആയിരിക്കും. ഇനി അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ എനർജി സ്റ്റേറ്റ് കിട്ടി. ഓരോ സ്റ്റേറ്റിലും 2 ഇലക്ട്രോൺ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ ആയിരിക്കും കേട്ടോ. എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2n ആയിരിക്കും. കാരണം n എനർജി സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഓരോ എനർജി സ്റ്റേറ്റിലും 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളാമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2n ആയിരിക്കും. ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ മെറ്റലിനെയും ഇൻസുലേറ്ററിനെയും സെമി കണ്ടക്ടറിനെയും നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 2n, മാക്സിമം പോസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n എന്ന് നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് ദ ക്രോണിംഗ് പെന്നി മോഡൽ ഷോ ദാറ്റ് ഫോർ പീസ് very less than 1 the energy of the lowest energy band is equal to h² p divided by ma². അപ്പോൾ നമുക്ക് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ് കണ്ടത്. ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേസ് ഈക്വൽ ടു +or-π/a ആയിരിക്കും. അപ്പോൾ ക്രോണിംഗ് പെന്നി മോഡൽ പ്രകാരം റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എന്തായിരുന്നു അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ? p² p divided by alpha a sin alpha a plus cos alpha a is equal to cos ka എന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേസ് ഈക്വൽ ടു +or-π/a എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ് +or-π, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു p divided by alpha a sin alpha a plus cos alpha a is equal to +or-1. ഓക്കെ, ദാറ്റ് ഈസ് p divided by alpha a sin alpha a is equal to, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 - cos alpha a എന്ന് എഴുതാം. ദാറ്റ് ഈസ് സൈൻ ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം? p divided by alpha a 2 sin alpha a ഉണ്ട് കേട്ടോ. alpha a divided by 2 cos alpha a divided by 2 is equal to 1 - cos a 2 sin square alpha a divided by 2. സൈനിൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ എല്ലാം ക്യാൻസൽ ചെയ്യുക. 2 ഇവിടെ ഉണ്ട്, 2 ക്യാൻസൽ ചെയ്തു. സൈൻ ആൽഫ ബൈ ഉണ്ട്, ഇവിടെ സൈൻ ഉണ്ട്, ക്യാൻസൽ ചെയ്തു. p divided by alpha a is equal to sin alpha a by 2 divided by cos alpha a by 2, that is tan alpha by 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ p is equal to p divided by alpha a is equal to tan alpha by 2 എന്ന് കിട്ടി. ഇനി p is very small, അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് വെരി സ്മോൾ ആണെങ്കിൽ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു തീറ്റ ആണ്. അപ്പോൾ ടാൻ p divided by alpha a എന്നത് p വളരെ സ്മോൾ ആണെങ്കിൽ ടാൻ p divided by alpha a എന്നാണ് നമുക്ക് എഴുതാം p divided by alpha a എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് ടാൻ p divided by alpha a is equal to ടാൻ ആൽഫ ബൈ 2 എന്ന് എഴുതാം. ആൽഫ a by 2. ഓക്കെ, from this condition p divided by alpha a is equal to alpha a divided by 2. Alpha a by 2 is equal to p divided by alpha a. Then alpha square is equal to 2p divided by a square. Okay. Then alpha is equal to alpha square എന്ന് പറഞ്ഞാൽ 2me divided by h square ആണ്. That is equal to 2p divided by a square. From this e is equal to h square p divided by m a square. ഇതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ.